ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 3 തക്കാളി വേണം. മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ്. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഞെരടിയെടുക്കണം. ഇതുപോലെ നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാളംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ വാളംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം. അതിനുശേഷം ഈ തക്കാളിയുടെ തൊലിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഈ തൊലിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തൊലി മാത്രം നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രസത്തിനുള്ള പൊടിയൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ തുവരപ്പരിപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ്. അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിയും കൂടി ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിച്ചാലും മതി. ഇത് ഇത്രയും കൂടി ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. 7 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ചേർക്കാം. ഇഞ്ചി വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്തു. ഇനി രസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യാനുസരണം കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പുളിയുടെയും തക്കാളിയുടെയും പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തില്ലേ കുരുമുളകും ജീരകമൊക്കെ, അതൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരുങ്കായപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപ്പോ പുളിയോ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പോ പുളിയോ ചേർക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണം. ഇത് ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റായി. ഏകദേശം നമ്മുടെ രസം ഒന്ന് തിളയ്ക്കാറായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല, 3-4 മിനിറ്റ് നേരത്തേക്കൊന്ന് തിളച്ചാൽ മാത്രം മതിയാവും. നമ്മൾ ഈ പരിപ്പും കൂടി ചേർത്ത കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു രസത്തിന്. രസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് തിളയ്ക്കാതെ ഇതുപോലെ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയിലയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇല്ലാത്ത കാരണം ചേർക്കുന്നില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. രസം റെഡിയാണ്. ഇത് നമ്മൾ ഉടനെ കഴിക്കുന്നതിനേക്കാളും അടച്ചു വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്